ഹലോ, എല്ലാവർക്കും ജാമീസ് വേർഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചിക്കൻ സ്റ്റൂ എങ്ങനെ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ ചിക്കൻ കറിക്കായാലും ഏത് കറിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് എല്ലോട് കൂടി ഇടുമ്പോഴാണ്. അതുപോലെ തന്നെ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരെ നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. 1/2 കപ്പ് അളവിൽ ഞാൻ വെള്ളവും ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് മതിയാവും, കാരണം ചിക്കനിൽ നിന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഊറി ഇറങ്ങും. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം മതിയാകും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ ടൈമിൽ നമുക്ക് കറിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാനുണ്ട്. അതിന് 1-ാം പാലും 2-ാം പാലും വേണ്ടി വരും. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. 1-ാം പാലിന് വേണ്ടിയിട്ട് 2 കപ്പ് ചിരകിയ തേങ്ങയും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഇവിടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. 1-ാം പാലിന് വളരെ കട്ടിയിലുള്ള തേങ്ങാപ്പാൽ വേണം നമുക്ക് ആവശ്യം. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിനെ കൈവച്ച് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങാക്കൊത്തിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന പാലിനെയാണ് 1-ാം പാലെന്ന് പറയുന്നത്. ഇത് അറിഞ്ഞൂടാത്ത കുറച്ച് പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അറിയാവുന്നവർക്ക് ഇത് ബോറടിയായിട്ട് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ 1-ാം പാല് റെഡി ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ 1-ാം പാലെന്ന് പറയുന്നത്. ഇത് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 1-ാം പാലെന്ന് പറയുന്നത്. ഇനി നമുക്ക് 2-ാം പാല് എന്താണെന്ന് നോക്കാം. 1-ാം പാല് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ബാക്കി വന്ന കൊത്താണ്. ഇതിനെ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി വരുന്ന പാലിനെയാണ് 2-ാം പാല് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി വരുന്ന പാലാണ് 2-ാം പാല്. അപ്പോൾ നമ്മുടെ 2-ാം പാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഗരം മസാല നമുക്ക് തന്നെ പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ 10 ഏലക്കയും 3 ഗ്രാമ്പുവും അതുപോലെ തന്നെ ഒരു 3 ചെറിയ കഷ്ണം പട്ടയും 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് ചെയ്യാൻ പാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗരം മസാല തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതിനൊരു പ്രത്യേക മണമാണ്, അതാണ് പറഞ്ഞത്. ഗരം മസാല ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 സവാള നല്ല കട്ടി കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചതുണ്ട്. കരിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ഗരം മസാലയും ഉണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുണ്ട്. നീളമുള്ള 3 പച്ചമുളക് നെടുകെ കീറിയതെടുത്തിട്ടുണ്ട്. പിന്നെ 1-ാം പാലും 2-ാം പാലും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ചിക്കൻ സ്റ്റൂവിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കാം. കുരുമുളക് ഈ കറിക്ക് മെയിനാണ്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം.
അപ്പോൾ ഈ പൊടികളിടുന്ന ധൃതിയിൽ നിങ്ങളാരും വഴറ്റാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്, കാരണം ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ഗരം മസാല ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ നിങ്ങളുടെ ഗരം മസാല ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പരമാവധി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ത് മണമാണെന്നറിയാമോ, നല്ല മണവും അതുപോലെ തന്നെ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും അതിപ്പോൾ നമ്മൾ ഏലക്കയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മുടെ മസാലയുടെ കൂടെ ഒന്ന് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2ാം പാലാണ് ഒഴിക്കാനുള്ളത്. 2ാം പാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2ാം പാലെന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞ പാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ സമയത്ത് ഞങ്ങൾ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റൂ നന്നായിട്ടൊന്ന് തിളച്ച് വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രിക്ക് ചെയ്യാം കേട്ടോ. ഇതെന്താണെന്നറിയാമോ, ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ ആൾക്കാർ ഇതുപോലെ ചിക്കൻ ക്യൂബ് സ്റ്റൂവിനുള്ളിലേക്ക് ഇടാറുണ്ട്. ഇത് വല്ലാത്ത ടേസ്റ്റ് നമ്മുടെ ചിക്കൻ കറിക്ക് നൽകും കേട്ടോ. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചിക്കൻ ക്യൂബ് നമുക്കിടാം. ഇവിടെ കറി തിളച്ച് വരുന്നുണ്ട്, കറിയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1ാം പാൽ ഒഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല കട്ടിയുള്ള 1ാം പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച ഉടൻ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഇനി ഇട്ടേക്കണ്ട, ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ വളരെ സ്വാദായിട്ടുള്ള ചിക്കൻ സ്റ്റൂ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് വരും വരെ ബൈ ബൈ.